ക്രിസ്തുദർശനം എന്ന പരിപാടിയിലേക്ക് ഷാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കവിയും വിവർത്തകനും മതപ്രഭാഷകനുമായ ഹെൻറി വാൻ ഡൈക്ക് എഴുതിയ ഒരു ലഘു നോവലാണ്, ദ സ്റ്റോറി ഓഫ് ദി അതർ വൈസ് മാൻ. മറ്റേ ജ്ഞാനിയുടെ കഥ എന്ന് മലയാളത്തിൽ പറയാം. ഈ മറ്റേ ജ്ഞാനി എന്ന് പറയുമ്പോൾ അതിന് മുമ്പുള്ള ജ്ഞാനികളെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശു ജനിച്ചപ്പോൾ കാഴ്ചവസ്തുക്കളുമായി എത്തിയ ജ്ഞാനികളെപ്പറ്റി പറയുന്നുണ്ട്. ഹെരോദോസിൻ്റെ കൊട്ടാരത്തിലെത്തി അവർ യഹൂദന്മാരുടെ രാജാവ് എവിടെയാണ് പിറന്നിരിക്കുന്നതെന്ന് അന്വേഷിച്ചതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഹെരോദോസിൻ്റെ നിർദ്ദേശപ്രകാരം അവർ യേശുവിനെ അന്വേഷിച്ച് പോവുകയും പിന്നീട് യേശുവിനെ ബെത്ലഹേമിൽ കണ്ടെത്തി അവിടെ പൊന്നും മീറയും കുന്തിരിക്കവും കാഴ്ചവെക്കുകയും പിന്നീടൊരു സ്വപ്ന ദർശനം കിട്ടിയതിന് പ്രകാരം ഹെരോദോസിനെ കാണാതെ അവർ വേറെ വഴിക്ക് പോവുകയും ചെയ്തതായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത്. ഇവരെ കൂടാതെ മറ്റൊരാൾ കൂടി ഉണ്ട് എന്നാണ് നോവലിസ്റ്റ് പറയുന്നത്. അദ്ദേഹമാണ് ഈ മറ്റേ ജ്ഞാനി എന്ന് പറയുന്നത്, ദി അതർ വൈസ് മാൻ. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ ജ്ഞാനികളുടെ അവിടെ എത്തിയ ജ്ഞാനികളുടെ പേരും മറ്റും പറയുന്നില്ല. പക്ഷേ അതിനെപ്പറ്റി ഒരുപാട് ഐതിഹ്യങ്ങളും കഥകളും മറ്റാഖ്യാനങ്ങളുമുണ്ട്. അത് 3 പേരുണ്ടായിരുന്നുവെന്നും അവർ പേർഷ്യയിൽ നിന്നാണ് പുറപ്പെട്ടു വന്നതെന്നും അവരുടെ പേര് ബെൽത്തസാർ, കാസ്പർ, മെൽക്കിയോർ എന്നിങ്ങനെ ആയിരുന്നുവെന്നുമൊക്കെ നിരവധി ഐതിഹ്യങ്ങളിൽ പറയുന്നുണ്ട്. ഈ ഐതിഹ്യങ്ങൾ ഇവിടെ നോവലിസ്റ്റും സ്വീകരിക്കുന്നുണ്ട്. ഈ 3 പേരെ കൂടാതെ അർത്തബാൻ എന്നു പേരുള്ള 4-മതൊരാളെ കൂടി അദ്ദേഹം ഈ കഥയിൽ അവതരിപ്പിക്കുന്നു. ഈ നേരത്തെ പറഞ്ഞ 3 ജ്ഞാനികൾ, 3 ബൈബിളിൽ പറയുന്നില്ല, പിന്നീടുള്ള ആഖ്യാനങ്ങളിലാണ് അങ്ങനെ വരുന്നത്. അതിൽ ബെൽത്തസാർ യേശുവിനെ ജനിച്ചപ്പോൾ വന്നു കണ്ടു, കുരിശിൽ തറച്ച് കൊല്ലുമ്പോഴും അദ്ദേഹം സാക്ഷിയായിരുന്നു എന്ന് നിരവധി ആഖ്യാനങ്ങളിൽ പറയുന്നുണ്ട്. ഇതിൽ കാസ്പർ എന്ന് പറയുന്ന ആൾ ഇന്ത്യക്കാരനായിരുന്നു എന്ന ഒരു ഐതിഹ്യമുണ്ട്. ഗുണ്ടഫോറസ് എന്നായിരുന്നു അത്രേ അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹമാണ് വിശുദ്ധ തോമാസ് ലീഗ ഇന്ത്യയിലെത്താൻ കാരണക്കാരനായത് എന്നും പറയുന്നുണ്ട്. ഈ ഗുണ്ടഫോറസ് ആണ് ഇന്നത്തെ കാണ്ഡഹാർ നഗരം സ്ഥാപിച്ചത് എന്നും കഥകളുണ്ട്. അപ്പോൾ ഈ ജ്ഞാനികളെ കൂടാതെ ആ സംഘത്തിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ ഈ കഥയിലെ നായകനായ അർത്തബാൻ. അർത്തബാൻ ഉൾപ്പെടെയുള്ള ഈ 4 ജ്ഞാനികളും സ്വരാഷ്ട്ര മതത്തിലെ ആചാര്യന്മാരായിരുന്നു, പുരോഹിതന്മാരായിരുന്നു എന്നാണ് പറയുന്നത്. അഗ്നിയെ ആരാധിക്കുന്ന ആളുകൾ, അഗ്നിയെ ദൈവമായിട്ട് കണ്ടല്ല, ദൈവത്തിൻ്റെ ഒരു പ്രതീകമായിട്ട്, ഒരു പരിശുദ്ധിയുടെ പ്രതീകമായിട്ട് കണ്ട് ആരാധിക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അവർ. മാജൈ എന്നാണ് മറ്റു ഗ്രന്ഥങ്ങളിൽ ഇവരെ പറ്റി കാണുന്നത്. മാജൈ എന്ന് പറഞ്ഞാൽ അവർ ഈ മന്ത്രവാദവും മറ്റുമൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അതിൽ നിന്നാണ് മാജിക് എന്ന വാക്ക് ഉണ്ടായത്. അപ്പം അങ്ങനെയുള്ള ചില ആചാരാനുഷ്ഠാനങ്ങളുള്ള ആളുകളാണ്. മാത്രമല്ല അവർ ജ്യോതിഷികളാണ്. നക്ഷത്ര നിരീക്ഷണം എന്ന് പറയുന്നത് അക്കാലത്തെ വലിയ, പ്രത്യേകിച്ചും ബാബിലോണിയയിലെയും മറ്റുമൊക്കെ വലിയ ഒരു പ്രവർത്തനമായിരുന്നു അക്കാലത്ത്. അവരായിരുന്നു ആ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന വിഭാഗം. ഇവർ വാന നിരീക്ഷകരാണ്, ജ്യോതിഷികളാണ്. അപ്പോൾ ഈ 4 പേര് ഇത് അഗസ്റ്റസ് സീസറുടെ കാലത്ത് നടക്കുന്നതായിട്ടാണ്. ഹെറോദോസ് ഇവിടെ ഭരിക്കുന്ന സമയത്ത്, അഗസ്റ്റസ് സീസർ റോമൻ ചക്രവർത്തിയായിരിക്കുന്ന സമയത്ത് ഈ അർത്തബാൻ്റെ ഭവനത്തിൽ കുറച്ച് അതിഥികളെത്തുന്നു. അവിടെ അവരുടെ ദേവന് വേണ്ടി, അഹുർമസ്ദ എന്ന് പറയുന്ന ദേവന് വേണ്ടി ചില പ്രാർത്ഥനകളും മറ്റുമൊക്കെ സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഈ അർത്തബാൻ പറഞ്ഞു, ഒരു വിശേഷമുണ്ടായിട്ടുണ്ട്. അതായത് ഒരു അതിവിശിഷ്ടമായൊരു നക്ഷത്രം ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ദൈവങ്ങൾ മനുഷ്യരോട് സംസാരിക്കുന്നത് നക്ഷത്രങ്ങളിലൂടെയാണ്, നക്ഷത്രങ്ങൾ തരുന്ന സൂചനകളിലൂടെയാണ്. അപ്പോൾ അതിൽ നിന്നും എനിക്ക് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എനിക്ക് മറ്റ് 3 സുഹൃത്തുക്കൾ കൂടിയുണ്ട്, ബെൽത്തസാർ, മെൽക്കിയോർ, കാസ്പർ.
അവർ മറ്റൊരു നഗരത്തിലിരുന്ന് ഈ നിരീക്ഷണം നടത്തുകയാണ്. അപ്പോൾ ഈ നിരീക്ഷണത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്, നിരീക്ഷണത്തിൻ്റെ ഫലമായി ഞങ്ങൾ പുരാതന രേഖകളൊക്കെ പരിശോധിച്ചു. ഇത് വലിയൊരു സംഭവത്തിൻ്റെ മുന്നോടിയാണ്. കഴിഞ്ഞ വസന്തത്തിൽ ഇതുപോലെ 2 നക്ഷത്രങ്ങൾ ഒന്നുചേരുകയും ഒരു മീനിൻ്റെ ആകൃതി സ്വീകരിക്കുകയും ചെയ്തു. മീൻ എന്ന് പറഞ്ഞാൽ യഹൂദരുടെ ആ വംശത്തെ കുറിക്കുന്ന ഒരു ചിഹ്നമാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് മനസ്സിലായത്, ജെറുസലേമിൽ ഒരു രക്ഷകൻ പിറക്കാനിരിക്കുന്നു, മനുഷ്യ വംശത്തെ, യഹൂദ വംശത്തെ പുനരുദ്ധരിക്കാനുള്ള ഒരു രക്ഷകൻ പിറക്കാനിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അത് ഇതിനു മുമ്പുള്ള ബാലാമിൻ്റെയും മറ്റും പ്രവചനങ്ങളും അങ്ങനെയാണ്. ജേക്കബിൽ നിന്നും ഒരു പുതിയ വംശം ഉയർത്തു വരും, ജെറുസലേമിൽ നിന്നും പുതിയൊരു ചെങ്കോൽ ഉയർത്തു വരും എന്ന് അവരുടെ പ്രവാചകൻ നേരത്തെ പ്രവചിച്ചിട്ടുണ്ട്. ആ പ്രവചനങ്ങൾ ഫലിക്കാൻ പോവുകയാണ്. അപ്പോൾ പ്രവചനമനുസരിച്ച് ഈ വർഷമാണ് ആ സംഭവം നടക്കേണ്ടത്. ഈ കാര്യം അവിടെ കൂടിയിരുന്നവരോട് പറഞ്ഞപ്പോൾ പലരും അത് പല അഭിപ്രായം പറഞ്ഞു. ഇതൊക്കെ ഈ ദൈവങ്ങളുടെ തീരുമാനങ്ങൾ അതിഗഹനങ്ങളാണ്, അത് അത്ര എളുപ്പമൊന്നും വ്യാഖ്യാനിക്കാവുന്നതല്ല, പലതരം അഭിപ്രായം പറഞ്ഞു. പക്ഷേ തൻ്റെ അഭിപ്രായത്തിൽ അർത്തബാൻ ഉറച്ചു നിന്നു. മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, ഇന്ന് ആ നക്ഷത്രം വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ഞാനും എൻ്റെ സുഹൃത്തുക്കളും ജെറുസലേമിലേക്ക് പുറപ്പെടുകയാണ്. അവർ മറ്റു 3 പേരും വളരെ ദൂരെയുള്ള ഒരു നഗരത്തിലിരുന്നു കൊണ്ട് ഈ നക്ഷത്രത്തെ നിരീക്ഷിക്കുകയാണ്. ഇന്ന് രാത്രി ഞാനും ആ നക്ഷത്രത്തെ കാണുകയാണെങ്കിൽ ഞാൻ അവരെ തേടി പുറപ്പെടും. ഞങ്ങളെല്ലാവരും കൂടി ഈ തിരുപ്പിറവി അല്ലെങ്കിൽ രാജകുമാരൻ ജനിക്കുന്ന ആ നഗരത്തിലേക്ക് പുറപ്പെടാനാണ് തീരുമാനം എന്ന് അർത്തബാൻ പറഞ്ഞു. അപ്പോൾ മറ്റുള്ളവരൊക്കെ അതിനെ പുച്ഛിച്ചു, അതിനെപ്പറ്റി പ്രതിവാദമുണ്ടായി. പക്ഷെ അർത്തബാൻ തൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിന്നു. അദ്ദേഹം പറഞ്ഞു, ഇത് പ്രവചനങ്ങൾ ഒരിക്കലും തെറ്റുകയില്ല. മാത്രമല്ല, ആ രാജകുമാരന് കൊടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ സ്വത്തുക്കൾ മുഴുവൻ വിറ്റു. 3 രത്നങ്ങൾ ഞാൻ സമ്പാദിച്ചിട്ടുണ്ട് ആ കാൽക്കൽ വെക്കാൻ വേണ്ടിയിട്ട്. ഒരു ഇന്ദ്രനീലം, ഒരു മാണിക്യം, ഒരു മുത്ത്, വളരെ വിലപിടിപ്പുള്ള രത്നങ്ങളാണ്. അദ്ദേഹം അത് തൻ്റെ കുപ്പായ കീശയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ അദ്ദേഹത്തിന് കാണിക്കയായി കൊടുക്കും. നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും എൻ്റെ കൂടെ വരാം. അവിടെ കൂടിയിരുന്നപ്പോൾ 9 പേരുണ്ട്. ആ 9 പേരിൽ 8 പേരും പല പല കാരണം പറഞ്ഞ് ഒഴിഞ്ഞു. ചിലർ ഇയാൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു, ചിലർ നടക്കാനാവാത്തൊരു സ്വപ്നമാണ്, ചിലർ മറ്റ് ഒഴിവഴികൾ പറഞ്ഞു, ഞങ്ങൾക്ക് വാർദ്ധക്യമാണ്, അല്ലെങ്കിൽ അസുഖമുണ്ട്, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും അത്യാവശ്യമുണ്ട്. അവസാനം ഒരു വൃദ്ധൻ മാത്രം പറഞ്ഞു, മകനെ, നിൻ്റെ കാഴ്ചപ്പാട് ശരിയാണ്, നീ സത്യം കണ്ടെത്തും, നീ പോയി വരിക എന്ന്. എനിക്ക് നിന്നോടുകൂടി വരാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ വാർദ്ധക്യം എന്നെ അനുവദിക്കുന്നില്ല. അങ്ങനെ ഒരാൾ മാത്രമാണ് ഈ അർത്തബാനെ അനുകൂലിച്ച് സംസാരിച്ചത്. അങ്ങനെ അർത്തബാൻ അന്ന് രാത്രിയിൽ ഈ നിരീക്ഷണം നടത്തി നക്ഷത്രം വീണ്ടും ഉദിച്ചത് കണ്ടു. അപ്പോൾ പുറപ്പെടാൻ അദ്ദേഹം തീരുമാനിച്ചു. അപ്പോൾ പുറപ്പെടുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ മറ്റു 3 പേർ, 3 ഈ ജ്യോതിഷികൾ, അവർ വളരെ ദൂരെയുള്ള 10 ദിവസത്തെ യാത്രയുണ്ട്. കുതിരപ്പുറത്ത് 10 ദിവസം യാത്ര ചെയ്താൽ മാത്രം എത്തിച്ചേരുന്ന ഒരു നഗരത്തിലാണ് അവരുള്ളത്. ആ നഗരത്തിലെത്തണം. ബാബിലോണിയയിലെ ബോർസിപ്പ എന്ന നഗരത്തിലെ ഒരു ദേവാലയത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ അർത്തബാൻ്റെ സുഹൃത്തുക്കളായ മറ്റ് ജ്യോതിഷികൾ വാന നിരീക്ഷണം നടത്തുന്നത്. അത് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ 10 ദിവസത്തെ കുതിരപ്പുറത്ത്, നല്ല വേഗത്തിലോടുന്ന കുതിരപ്പുറത്ത് 10 ദിവസം യാത്ര ചെയ്താൽ മാത്രമേ അവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നേരത്തെ ഇവർ തമ്മിലുള്ള ധാരണ, ഇങ്ങനെ നക്ഷത്രത്തെ കണ്ടാൽ 10ാം ദിവസം നീ അവിടെ എത്തണം, നിന്നെ കണ്ടില്ലെങ്കിൽ ഞങ്ങൾ യാത്ര പുറപ്പെടും. അതിനൊരു സമയം നിശ്ചയിച്ചു, ഇന്ന സമയത്തിനകം അവിടെ എത്തിച്ചേർന്നില്ലെങ്കിൽ നീ വരുന്നില്ല എന്ന് കരുതി ഞങ്ങൾ യാത്ര പുറപ്പെടും എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അർത്തബാൻ തന്നോടൊപ്പം വരാൻ പലരെയും ക്ഷണിച്ചു, നേരത്തെ പറഞ്ഞുവല്ലോ. അവരാരും ഇതിനോട് അനുകൂലിച്ചില്ല. മാത്രമല്ല, ഇസ്രായേലിനെ രക്ഷിക്കാൻ ഒരു രക്ഷകൻ വരുമെന്നുള്ളത് സങ്കല്പത്തെ തന്നെ അവർ പരിഹസിച്ചു. കാരണം ഇസ്രായേൽ ചിതറപ്പെട്ട ജനമാണ്, അവർ അടിമ വംശമാണ്, അടിമകളാണ് പല ദിക്കിൽ.
ഒരു അതായത് കാട്ടിലെ ആടുകളെ പോലെ ചിതറിക്കിടക്കുന്ന ഒരു വംശമാണത്. മാത്രമല്ല റോമിൻ്റെ അധീനതയിലാണ്. റോമിനെതിരെ ഒരു ചെങ്കോലും ഉയരുകയില്ല എന്ന് അവർ വാശി പിടിച്ചു പറഞ്ഞു. അവസാനം ഒറ്റയ്ക്ക് പുറപ്പെടാൻ, തൻ്റെ അന്വേഷണ യാത്രയിൽ ഒറ്റയ്ക്ക് പുറപ്പെടാൻ അർത്ഥവാൻ തീരുമാനിച്ചു. തൻ്റെ കുതിര, വാസ്ഡ എന്നാണ് ആ കുതിരയുടെ പേര്, ആ കുതിരപ്പുറത്ത് കയറി അയാൾ തൻ്റെ അന്വേഷണ യാത്ര ആരംഭിക്കുകയാണ്. അങ്ങനെ തൻ്റെ ഈ കുതിരപ്പുറത്ത് പർവ്വതങ്ങളും സമനിലങ്ങളും അതുപോലെ തന്നെ ചതുപ്പ് നിലങ്ങളും ഒക്കെ താണ്ടി ഇയാൾ യാത്ര ചെയ്യുകയാണ്. അവിരാമമായിട്ടുള്ള യാത്ര. അപ്പോൾ വളരെ ബുദ്ധിമാനാണ് ഈ കുതിര. ആ സന്ദർഭം അനുസരിച്ച് പെരുമാറാൻ ആ കുതിരയ്ക്കറിയാം. അങ്ങനെ 10-ാം ദിവസം രാത്രിയിൽ ബോർസിപ്പ നഗരത്തിലെത്തി. ഏതാനും മണിക്കൂറുകൾ കൂടി ചെന്നാൽ തൻ്റെ സുഹൃത്തുക്കൾ കാത്തിരിക്കുന്ന ആ ദേവാലയത്തിലെത്താം. അങ്ങനെ ഇരിക്കെ ഇത് നടന്നു പോകുമ്പോൾ പെട്ടെന്ന് കുതിര പതുക്കെ പതുക്കെ നടക്കാൻ തുടങ്ങി. എന്തോ ഒരു ദൃശ്യം കണ്ടതുപോലെ കുതിര പെട്ടെന്ന് നിശ്ചലമായി. നോക്കുമ്പോൾ വഴിയിൽ ഒരാൾ കിടക്കുന്നു. മരിച്ചുപോയി എന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും ഇയാൾ താഴെ ചെന്ന് നോക്കുമ്പോൾ നാടിയൊക്കെ പിടിച്ചു നോക്കി. അപ്പോൾ മരിച്ചു എന്നാണ് തോന്നിയത്. ഇട്ടിട്ട് പോരാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഇയാളുടെ വസ്ത്രത്തിൽ കയറി പിടിച്ചു. അപ്പോൾ ജീവനുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ വെള്ളമൊക്കെ കൊടുത്തു. മാത്രമല്ല ഈ ഇവരെ പുരോഹിതരാണ്, അവർക്ക് വൈദ്യം അറിയാം. അപ്പോൾ നടക്കുന്ന വഴിയെല്ലാം അത്യാവശ്യം മരുന്നുകളും കൊണ്ട് നടക്കാറുണ്ട്. അപ്പോൾ തൻ്റെ മരുന്നിൽ കുറച്ചെടുത്ത് അയാളുടെ വായിലിറ്റിച്ചു കൊടുത്തു. അപ്പോൾ അയാൾക്ക് അല്പം ആശ്വാസമുണ്ടായി. പക്ഷേ ഇയാളുടെ പ്രശ്നം, അർത്തബാൻ്റെ പ്രശ്നം, ഇയാളെ ശുശ്രൂഷിച്ചുകൊണ്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് എത്താമെന്ന് പറഞ്ഞ സമയം തെറ്റിപ്പോകും. എന്തു വേണം എന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു വിഷമം അയാൾക്കുണ്ടായി. ഇവിടെ ഇയാളെ ഈ മരണാസന്നനായി മനുഷ്യനെ ശുശ്രൂഷിക്കാനിരുന്നാൽ രക്ഷകനെ കണ്ടെത്താനുള്ള ആ ശ്രമത്തിൽ നിന്ന് താൻ പുറന്തള്ളപ്പെടും. എന്തു വേണം? അവസാനം അയാളൊരു തീരുമാനത്തിലെത്തുകയാണ്. ഈ വഴിയരികിൽ അഗതിയായി കിടക്കുന്ന ഈ അവശനായി മനുഷ്യനെ രക്ഷിക്കുക എന്നുള്ളതാണ് തൻ്റെ പ്രഥമമായിട്ടുള്ള കർത്തവ്യം എന്ന് മനസ്സിലാക്കി അയാളെ ശുശ്രൂഷിക്കുകയാണ്. അങ്ങനെ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ആ അശരണനായി ആർത്തനായി അവിടെ കിടന്ന മനുഷ്യൻ പതുക്കെ പതുക്കെ ഉണർന്നു വന്നു. അയാൾ എഴുന്നേറ്റിരുന്നു. എന്നിട്ട് അപ്പോൾ അയാൾക്ക് പൂർവ്വസ്ഥിതി പ്രാപിച്ചു എന്ന് കണ്ടപ്പോൾ എന്നാൽ ഇനി ഞാൻ പോകട്ടെ, അപ്പോഴേക്കും സമയം വളരെ വൈകിപ്പോയിരുന്നു. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ അർത്തബാൻ പറഞ്ഞു, ഞാൻ ജെറുസലേമിൽ ഒരു രക്ഷകൻ പറക്കാൻ പോകുന്നുവെന്ന് സൂചന കിട്ടിയിട്ട് പുറപ്പെട്ടവരിൽ ഒരാളാണ് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ആ രോഗിയായി കിടന്ന ആ മനുഷ്യൻ പറഞ്ഞു, ഞാനൊരു യഹൂദനാണ്. ഞങ്ങളുടെ പുരാണങ്ങളിൽ പറയുന്നത്, രേഖകളിൽ പറയുന്നത് അത് ജെറുസലേമിലല്ല, അത് ബെത്ലഹേമിലാണ് ആ ദിവ്യ ശിശു ജനിക്കാനിരിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ബെത്ലഹേമിലേക്ക് പോവുക. അതുമാത്രമേ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൂ. വേറെ ഈ അറിവ് മാത്രമേ നിങ്ങൾക്ക് തരാനുള്ളൂ. മറ്റൊന്നും എൻ്റെ കയ്യിലില്ല. Well, your appearance is infinitely improved. How do you feel? Well, good. May the God of Abraham, Isaac, and Jacob bless you. I have great need of your prayers. I'm on my way to Jerusalem in search of the new king of the Jews. But our prophets say he won't be born in Jerusalem. He'll be born in Bethlehem in Judea. In Bethlehem? In Bethlehem. അങ്ങനെ ഈ പുതിയ അറിവുമായിട്ട് ഈ അർത്തബാൻ യാത്ര തുടരുകയാണ്. അയാൾ തൻ്റെ സുഹൃത്തുക്കൾ ഇരിക്കുന്ന ആ ദേവാലയത്തിലെത്തി. അവിടെയെല്ലാം അന്വേഷിച്ച് നോക്കിയപ്പോൾ അവരെ കാണാനില്ല. അവിടെ ഇങ്ങനെ ചുറ്റി കറങ്ങി നടന്നപ്പോൾ അയാൾക്കൊരു ചെറിയ കുറിപ്പ് കിട്ടി. അവിടെ ഒരിടത്ത് വെച്ചിരുന്നൊരു കുറിപ്പ്. അത് തൻ്റെ സുഹൃത്തുക്കൾ കുറിച്ച് വെച്ചതാണ്. നിന്നെ പറഞ്ഞ സമയം വരെ ഞങ്ങൾ കാത്തിരുന്നു, വരാഞ്ഞതുകൊണ്ട് ഞങ്ങൾ പോകുന്നു. ഇനി നീ ഒറ്റയ്ക്ക് മരുഭൂമി താണ്ടി അവിടെ എത്തുക എന്നാണ് കുറിപ്പിൽ. അപ്പോൾ അർത്തബാൻ ചിന്താക്കുഴപ്പത്തിലായി. ഈ 10 ദിവസത്തെ യാത്ര കൊണ്ട് തന്നെ തൻ്റെ കുതിര വളരെയധികം ക്ഷീണിച്ചിരിക്കുന്നു. മാത്രമല്ല ഈ കുതിരപ്പുറത്ത് ഈ മരുഭൂമി താണ്ടുക എന്ന് പറയുന്നത് വളരെ അസാധ്യമായിട്ട് ഉള്ള ഒരു കാര്യമാണ്. അതിന് ഒട്ടകങ്ങൾ വേണം. മരുഭൂമിയിൽ സഞ്ചരിക്കാൻ ശക്തിയുള്ള ഒട്ടകങ്ങൾ വേണം. കുതിരകളെ കൊണ്ട് സാധ്യമല്ല. അപ്പോൾ അയാൾ തിരിച്ചുപോയി ഒട്ടകങ്ങളെ വാങ്ങി. ഒട്ടകങ്ങളെ വാങ്ങാൻ പണമില്ല. അതുകൊണ്ട് താൻ ഈ
ശിശുവിന്, ദിവ്യ ശിശുവിന് കൊടുക്കാനായിട്ട് കരുതി വച്ചിരുന്ന ഇന്ദ്രനീല രത്നം, ഏറ്റവും വിലപിടിപ്പുള്ള ആ രത്നങ്ങളിലൊന്ന് അയാൾ വിറ്റ് യാത്രയ്ക്കാവശ്യമായിട്ടുള്ള ഒട്ടകങ്ങളും ഭക്ഷണവും അതിൻ്റെ മറ്റ് സാമഗ്രികളും വാങ്ങി അയാൾ യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ ദിവസങ്ങളോളം യാത്ര ചെയ്ത് അയാൾ ബെത്ലഹേമിലെത്തി. ബെത്ലഹേമിലെത്തി അവിടെ ഈ പറഞ്ഞ ലക്ഷണമനുസരിച്ചിട്ടുള്ള ഈ കാലിത്തൊഴുത്തിൽ ഒക്കെ എത്തി. പക്ഷെ അപ്പോൾ കിട്ടിയ വാർത്ത അവിടെ ജനിച്ച ശിശുവും അതിൻ്റെ മാതാവും പിതാവും അവിടെ നിന്ന് ഈജിപ്തിലേക്ക് പോയി എന്നാണ്. മാത്രമല്ല തൻ്റെ സുഹൃത്തുക്കളും എങ്ങോട്ടോ പോയിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന് കിട്ടിയ വാർത്ത. അങ്ങനെ അയാൾ അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. രാത്രിയിൽ വിശ്രമിക്കാൻ വേണ്ടിയിട്ടൊരു വീട്ടിൽ ചെന്ന് കയറി. ആ വീട്ടിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പട്ടാളക്കാർ വന്നു. അവിടെ എല്ലാം കുട്ടികളുടെ നിലവിളി കേട്ടു. എന്താണ് കാര്യണമെന്ന് ഇയാൾ അന്വേഷിച്ചപ്പോൾ രാജാവ് 2 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെല്ലാം കൊല്ലുകയാണ്. പട്ടാളക്കാർ ഓരോ വീട്ടിലും കയറി ചെന്ന് കുട്ടികളുണ്ടോ ഉണ്ടെങ്കിൽ വെട്ടിക്കൊല്ലുകയാണ്. ഹെറോദോസിൻ്റെ കൽപ്പനയാണ്. കാരണം ഈ രക്ഷകൻ തനിക്കൊരു ഭീഷണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെറിയ കുട്ടികളെയെല്ലാം കൊല്ലാൻ കൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെറിയ കുട്ടിയുള്ള ഒരു വീട്ടിലാണ് ഇയാൾ ചെന്ന് കയറിയത്. അപ്പോൾ ആ അമ്മ കരഞ്ഞുകൊണ്ട് അർത്തബാൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളെ രക്ഷിക്കണം, എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണം. അർത്തബാൻ പറഞ്ഞു, ഞാൻ നോക്കാം. അപ്പോൾ അവിടെ കയറി വന്ന ഈ പട്ടാളക്കാരനോട്, അതിൻ്റെ മേധാവിയോട് അർത്തബാൻ പറഞ്ഞു, ഇവിടെ ആരും താമസിക്കുന്നില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കൂടുതൽ അന്വേഷണമൊന്നും നടത്തേണ്ട കാര്യമില്ല. മാത്രമല്ല തൻ്റെ രണ്ടാമത്തെ രത്നം, ആ മാണിക്യം എടുത്ത് ആ പട്ടാളക്കാരൻ കൊടുത്ത് ഇത് സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോവുക. അപ്പോൾ ഈ കൈക്കൂലി കിട്ടിയപ്പോൾ പട്ടാളക്കാരന് സന്തോഷമായി. പട്ടാള മേധാവിക്ക് അയാൾ മറ്റു പട്ടാളക്കാരോട് പറഞ്ഞു, ഇവിടെ ആരുമില്ല, പോകാം എന്ന് പറഞ്ഞ് അവിടെ അന്വേഷിക്കാതെ, ആ വീട്ടിൽ അന്വേഷിക്കാതെ പട്ടാളക്കാർ തിരിച്ചുപോയി. അങ്ങനെ ആ വീട്ടിലെ ആ കുട്ടി അർത്തബാൻ മൂലം രക്ഷപ്പെട്ടു. പക്ഷേ അയാളുടെ വിലപിടിപ്പുള്ള രണ്ടാമത്തെ രത്നവും നഷ്ടമായി. ദിവ്യരക്ഷകനെ അന്വേഷിച്ച് തൻ്റെ യാത്ര തുടരുകയാണ് അർത്തബാൻ. അയാൾ ഈജിപ്തിലേക്ക് പോയി. അവിടെ എങ്ങും അയാൾ യേശുവിനെ കണ്ടെത്താൻ അയാൾക്ക് സാധിച്ചില്ല. വീണ്ടും അയാൾ തിരിച്ച് യാത്ര ചെയ്തു. അങ്ങനെ 33 വർഷങ്ങൾ അയാൾ പല രാജ്യങ്ങളിൽ, പല പ്രദേശങ്ങളിൽ, പലതരം അനുഭവങ്ങളിലൂടെ കടന്നുപോയി. എവിടെയും അയാൾക്ക് യേശുവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, രക്ഷകനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനം നിരാശനായി അയാൾ വീണ്ടും ജെറുസലേമിലെത്തി. അതൊരു പെസഹ ദിവസമായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ വലിയ ബഹളം. എന്താണെന്ന് അയാൾക്ക് മനസ്സിലായില്ല. ആരെയൊക്കെയോ പിടിച്ചു എന്നൊക്കെ ഇങ്ങനെ വാർത്ത കേൾക്കാം. ഒരാളെ വിചാരണ ചെയ്യാൻ കൊണ്ടുപോകുന്നു എന്നൊക്കെയുള്ള വാർത്ത കേട്ടു. അയാൾ ജെറുസലേം നഗരത്തിലെത്തി. അപ്പോൾ വേറൊരു കാഴ്ച അയാൾ കണ്ടു. ഒരു പെൺകുട്ടിയെ കുറേ പേര് കൂടി പിടിച്ചുകൊണ്ട് പോകുന്നു. അവൾ നിലവിളിച്ചു. അർത്തബാനോട് പറഞ്ഞു, എന്നെ രക്ഷിക്കൂ. കാരണം അന്വേഷിച്ചു അർത്തബാൻ. അവൾ പറഞ്ഞു, എൻ്റെ പിതാവ് ഒരാളുടെ കടം വാങ്ങിയിരുന്നു, ആ കടം വീട്ടാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് എന്നെ പിടിച്ചുകൊണ്ട് പോവുക, അടിമയാക്കി വിൽക്കാൻ കൊണ്ടുപോവുകയാണ്, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. ഈ പെൺകുട്ടിയെ രക്ഷിക്കാനുള്ള ആ വ്യഗ്രതയിൽ, ആ ആഗ്രഹത്തിൽ അർത്തബാൻ തൻ്റെ അവസാനത്തെ രത്നവും ഏറ്റവും വിലപിടിപ്പുള്ള ആ മുത്ത് ഇവളെ പിടിച്ചുകൊണ്ട് വന്ന ആളുകൾക്ക് കൊടുത്തു. ഇവളുടെ കടം വീട്ടി. അപ്പോൾ അവരിൽ നിന്ന് മനസ്സിലായി, ഇവിടെ താൻ അന്വേഷിച്ച് നടന്ന രക്ഷകനെ ഇന്ന് കുരിശിലേറ്റുകയാണ്. പക്ഷെ അവിടെ എത്തിച്ചേരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പെട്ടെന്ന് ഭൂമികുലുക്കമുണ്ടായി, വലിയ അന്ധകാരമുണ്ടായി. ആ ഭൂമികുലുക്കത്തിൽ പെട്ടെന്ന് ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ഒരു ഓട് താഴെ വീണ് ഇയാളുടെ തലയിൽ വീണു. അങ്ങനെ ചോര ഒഴുകുകയാണ്. അയാൾ മരണാസന്നനായി, രക്തം വാർന്ന് മരണാസന്നനായി കിടക്കുകയാണ്. ഈ പെൺകുട്ടി എന്ത് ചെയ്യണമെന്നറിയാതെ അയാളുടെ അടുത്തിരിക്കുകയാണ്. അയാൾ മരണത്തോടടുക്കുകയാണ് അവിടെ കിടന്ന്. ഈ പെൺകുട്ടി ഇയാൾ സംസാരിക്കുന്നത് കേൾക്കാം. ആരോ പറയുന്നതിന് മറുപടി പറയുന്നുണ്ട്. ഇയാൾ സംസാരിക്കുകയാണ്, ഞാൻ എപ്പോഴാണ് അങ്ങ് വിശന്നു വന്നപ്പോൾ ഞാൻ എപ്പോഴാണ് ഭക്ഷണം തന്നത്? അങ്ങ് ദാഹിച്ചു വന്നപ്പോൾ ഞാൻ എപ്പോഴാണ് വെള്ളം തന്നത്?
അങ്ങ് രോഗിയായിരുന്നപ്പോൾ ഞാൻ എപ്പോഴാണ് അങ്ങയെ ശുശ്രൂഷിച്ചത്? എൻ്റെ അന്വേഷണം വെറുതെയായി. 33 വർഷം ഞാൻ അങ്ങയെ അന്വേഷിച്ച് നടന്നു, കണ്ടെത്താൻ സാധിച്ചില്ല. ഇതാ ഞാൻ മരിക്കാറായിരിക്കുന്നു. അപ്പോൾ പെൺകുട്ടിക്ക് മനസ്സിലായി അയാൾ ആരോടോ സംസാരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിശന്നു വന്നപ്പോൾ നീ എനിക്ക് ആഹാരം തന്നു, ദാഹിച്ചു വന്നപ്പോൾ വെള്ളം തന്നു, രോഗിയായിരുന്നപ്പോൾ ശുശ്രൂഷിച്ചു എന്നുള്ള ഒരു വാക്യത്തിന് മറുപടിയായിട്ടാണ് ഇയാൾ പറയുന്നതെന്ന് പെൺകുട്ടിക്ക് മനസ്സിലായി. പക്ഷേ ആ ശബ്ദം പെൺകുട്ടി കേട്ടില്ല. അപ്പോൾ 33 വർഷം ഞാൻ വെറുതെ അന്വേഷിച്ച് നടന്നു എന്ന് അർത്തബാൻ പറഞ്ഞപ്പോൾ വീണ്ടും അർത്തബാൻ ഏതോ ശബ്ദം കേൾക്കുന്നതായിട്ട് പെൺകുട്ടിക്ക് തോന്നി. അങ്ങനെ വളരെ ശാന്തിയോടുകൂടി ഈ മനുഷ്യൻ അർത്തബാൻ അവിടെ വെച്ച് മരിക്കുകയാണ്. ഇതൊരു ചെറിയ നോവലാണ്. പക്ഷേ ഒരു മഞ്ഞുതുള്ളിയിൽ പ്രപഞ്ചം മുഴുവൻ പ്രതിഫലിക്കുന്നത് പോലെ ഈ ചെറിയ കഥയിൽ, ഈ ചെറിയ നോവലിൽ ക്രൈസ്തവ ജീവിത ദർശനം മുഴുവൻ പ്രതിഫലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് നാം ദൈവത്തെ കണ്ടെത്തേണ്ടത്? അത് നമ്മളിൽ എളിയവർക്ക്, സാധുക്കൾക്ക് നന്മ ചെയ്യുന്നത് വഴിയാണ്. അതാണ് ഈശ്വരനിലേക്കുള്ള മാർഗം, യേശുവിലേക്കുള്ള മാർഗം എന്ന്. അപ്പോൾ ഭൗതികമായി നോക്കിയാൽ, ബാഹ്യമായി നോക്കിയാൽ ഇതിലെ ഈ അർത്തബാൻ യേശുവിനെ കണ്ടില്ല. ആ കുരിശുമരണത്തിൻ്റെ തൊട്ടടുത്ത് വെച്ച് അയാൾ മരിച്ചു. പക്ഷേ അയാളുടെ ജീവിതത്തിലെ പ്രവൃത്തികളെല്ലാം യേശുവിനെ കണ്ടെത്തലായിരുന്നു. അയാൾ നൽകിയ ആ 3 രത്നങ്ങളും വാസ്തവത്തിൽ യേശുവിനെ അർപ്പിച്ച കാണിക്കകളായിരുന്നു. അതാണ് സഹജീവികൾക്ക് വേണ്ടി നന്മ ചെയ്യുമ്പോൾ മാത്രമാണ്. ദൈവത്തിൻ്റെ പിതൃത്വവും മനുഷ്യൻ്റെ സാഹോദര്യവുമാണല്ലോ ക്രൈസ്തവ ജീവിത ദർശനത്തിൻ്റെ സർവസ്വം. അപ്പോൾ എല്ലാ മനുഷ്യരെയും സഹോദരങ്ങളായി കാണുക, ദുരിതമനുഭവിക്കുന്നവർക്ക് നന്മ ചെയ്യുക, അതാണ് ക്രൈസ്തവ സന്ദേശം. അല്ലാതെ ക്രിസ്ത്യാനിയെ സഹായിക്കുന്നതും സ്നേഹിക്കുന്നതും മാത്രമല്ല, എല്ലാ മനുഷ്യരെയും ഒരു വിവേചനവും കൂടാതെ മനുഷ്യരെയും ജന്തുജാലങ്ങളെയും ഒക്കെ സ്നേഹിക്കുക, പ്രപഞ്ചത്തെ സ്നേഹിക്കുക എന്നുള്ള ഉദാത്തവും ഉദാരവുമായിട്ടുള്ള ആ വീക്ഷണം വളരെ മനോഹരമായി പ്രതിബിംബിക്കുന്നതാണ്. ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇന്നും പുതുമ നഷ്ടപ്പെടാതെ നിൽക്കുന്ന മനോഹരമായ ഈ കഥ, ദ സ്റ്റോറി ഓഫ് ദി അതർ വൈസ് മാൻ. ക്രിസ്തീയ വീക്ഷണവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഗ്രന്ഥവുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.